CPM-ന്റെ ഒരു പറ്റം CPM DYFI പ്രവർത്തകർ കൊടിയുമായി വന്ന് റോഡ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പര്യടന വാഹനം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതുപോലെ തന്നെ 4ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രവർത്തകരെ തലയടിച്ചു പൊട്ടിച്ചു. പ്രകാശക്കൊട്ടിനോട് അനുബന്ധിച്ച് നടന്ന വാഹന പ്രചരണ പര്യടന പരിപാടി 3 പഞ്ചായത്തുകൾ താണ്ടി മണമ്പൂർ വഴി കല്ലമ്പലത്തേക്ക് എത്തി സമാപന പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ചാത്തമ്പ്ര എത്തിയപ്പോൾ CPM-ന്റെ ഒരു പറ്റം CPM DYFI പ്രവർത്തകർ കൊടിയുമായി വന്ന് റോഡ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പര്യടന വാഹനം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതുപോലെ തന്നെ 4ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രവർത്തകരെ തലയടിച്ചു പൊട്ടിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ വണ്ടി തടയുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള വിഷ്വൽസ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും മീഡിയയ്ക്കും കൈമാറിയിട്ടുണ്ട്. വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത്. പരിക്ക് 8 സ്റ്റിച്ച്, ഒരു തലയ്ക്ക് 8 സ്റ്റിച്ചുണ്ട്. നമ്മൾ യൂത്ത് കോൺഗ്രസിന് മണ്ഡലം ഭാരവാഹിക്ക്. പിന്നെ 2 പേരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മുഖത്ത് കണ്ണിന് പരിക്കുണ്ട്. കണ്ണ് പ്രശ്നമായിട്ടുണ്ട്. സ്റ്റിച്ച് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്നെ ആക്രമിച്ചു. തടയാൻ നിന്ന ആദ്യത്തെ 10 മിനിറ്റോളം ഞാൻ പര്യടന വാഹനത്തിനകത്തായിരുന്നു. അതിനുശേഷം അവർ ആക്രമിക്കുന്നതിനോട് തടയാൻ പ്രതിരോധിക്കാൻ ചെന്നപ്പം എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. എന്നെ നെഞ്ചിൽ കല്ലെടുത്തെറിയുകയും പിടിച്ചെറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ആണ് ഇവിടെ ഹോസ്പിറ്റൽ പ്രവർത്തകരോടൊപ്പം വന്നു നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മണമ്പൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് നബീൽ. അപ്പോൾ നബീൽ വളരെ നല്ലൊരു മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നബീൽ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നല്ല ട്രെൻഡിലാണ്. നബീൽ ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വളരെ ആസൂത്രിതമായി അദ്ദേഹത്തെ അപകടപ്പെടുത്തിയെങ്കിലും ഈ വിജയം തട്ടിത്തെറിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഒരു ഗൂഢഭാഗമാണ്. അല്ലെങ്കിൽ ഏറ്റവും സമാധാനപരമായി നബീലും പ്രവർത്തകരും കൂടി ഇന്ന് 2-3 പഞ്ചായത്ത് കഴിഞ്ഞ് കല്ലമ്പലത്തിൽ കലാശക്കൊട്ടിന് 6 മണിക്ക് സമാപനത്തിനോടെ എത്താൻ വേണ്ടിയാണ് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാത്തമ്പ്ര ടേൺ ചെയ്ത് ജംഗ്ഷനിലോട്ട് കയറുമ്പോൾ ഒരു പറ്റം DYFI SFI പ്രവർത്തകർ ഒരു പ്രകോപനമില്ലാതെ, CCTV ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നത് ബോധ്യമാകും, ഒരു പ്രകോപനമില്ലാതെ ഇവർ വരുന്നു, വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി വളയുന്നു. അപ്പോൾ ഇവരെ നബീലിൻ്റെ വണ്ടിയുടെ മുകളിലാണ്, ബാക്കി പ്രവർത്തകരൊക്കെ ബൈക്കിലൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് വലിയ കൊടി വീശി ഇവരുടെയൊക്കെ മുഖത്തൊക്കെ അടിപ്പിക്കുന്നു. ഇതിനിടയിൽ അവരെ കൊടി കെട്ടിക്കണ വടി കൊണ്ട് അടിക്കുന്നു. അങ്ങനെ വിഷയങ്ങളായാണ് ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയപ്പോൾ 2-3 പേരെ ഇവിടെ 4ഓളം പേരൂടെ കിടപ്പുണ്ട്. തല പൊട്ടിയവരാണ്. ഭാഗ്യത്തിന് അവർ 8 സ്റ്റിച്ചൊക്കെ ഉള്ളൂ. അവരെ കൈ ഒടിഞ്ഞവരുണ്ട്. ഇത് പലരും ഉണ്ട്. നബീലിന് കയറി കിട്ടി, നെഞ്ചിലൊക്കെ കയറി കിട്ടി. പിന്നെ ഇതിനിടെ പോലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരുമൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധം. പിന്നെ ഇവരനുസരിച്ച് അവരും പ്രതിരോധിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രതിരോധമൊക്കെ നടന്നു. എങ്കിലും ശരി, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആശുപത്രിയിലാണ്, കൂടെയുള്ള സഹപ്രവർത്തകരുമാണ്. പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും ശരി, സ്ഥാനാർത്ഥി നബീൽ ജയിക്കുമെന്നുള്ളൊരു സംശയം വേണ്ട. ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു സംശയമാണ്. നമ്മൾ പ്രവർത്തനടുത്തൊക്കെ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അവരവിടെ വാർഡുകളിൽ പോയി പ്രവർത്തനങ്ങൾ സജ്ജമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശരി, ഇവിടുത്തെ ഈ മണമ്പൂർ ഡിവിഷനിലെയും കേരളത്തിലെയും ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി അവർക്കറിയാം അവരുടെ അവസാനത്തെ അമ്പലം കള്ളന്മാരുടെ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിജയിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇനി കൊലപ്പെടുത്തിയെങ്കിലും അപകടപ്പെടുത്തിയെങ്കിലും അവരുടെ സ്ഥിരം ശൈലി അതാണല്ലോ, ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത്. എന്തായാലും ശരി, നമ്മുടെ ആശയങ്ങൾ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. അതാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലുള്ളവർ ഇവിടെ നിന്നുണ്ടാവും. അവർ കയറി ബാക്കിയുള്ളവർ ഇപ്പം തന്നെ ഫീൽഡിൽ പോയി പ്രവർത്തനങ്ങളുമായിട്ട്, ഞങ്ങൾ പുറത്തോട് പറഞ്ഞ് നിങ്ങൾ ഫീൽഡിൽ പോവുക, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. വരുന്ന 2 ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുക, നമ്മുടെ ആൾക്കാരെ കൊണ്ടൊന്ന് വോട്ട് ചെയ്യുക. നല്ലൊരു വിജയം നബീലിനുണ്ടാവും. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്.